ഗൈസ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് വൺ പീസ് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ 1741 എപ്പിസോഡാണ്. പീസിന്റെ റിലീസ് ആവുന്ന എപ്പിസോഡ് വെച്ചുകൊണ്ട് ഞാൻ വീക്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വൺ പീസിന്റെ സബയോത്തി ആർക്ക് ഞാൻ മുഴുവനും ആദ്യം തൊട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സബയോത്തി എന്ന് പറയുന്ന സമയത്ത് വാനോർക്ക് ആയിട്ടുള്ള ആർക്കാണ് അന്വേഷിപ്പിക്കാതെ നേരെ എപ്പിസോഡിലേക്ക് തുടക്കത്തിനെ കാണിക്കുന്നത് നമ്മുടെ കൂബയുടെ ബാക്ക് സ്റ്റോറിയാണ്. നമ്മുടെ കൂബയുടെ അച്ഛനാണെങ്കിൽ കൂബേനോട് സൺകോൺ നിക്കിയനെ കുറിച്ച് പറയുന്ന ആ സമയമാണ് കാണിക്കുന്നത്. ഈ കാര്യം തന്നെ തന്റെ മകളായിട്ടുള്ള ബോണിനോടും നമ്മുടെ കൂമ പറയുകയാണ്. അവർ നിഗ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ സമയം തന്നെ ജയന്റ് വാരിയേഴ്സ് അങ്ങോട്ട് വരികയാണ്. ബ്ലോറിയോ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുന്നിൽ കാണുന്ന മറൈൻസിന്റെ കപ്പലൊക്കെ വളരെയധികം ഈസി ആയിട്ട് തന്നെ അവർ ഡിസ്ട്രോയ് ചെയ്ത് തകർത്ത് കളയുകയാണ്. വന്നിരിക്കുന്നത് നമ്മുടെ ലൂഫിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ സൺകോൺ നിക്കാനെ കാണാൻ വേണ്ടി ഭയങ്കര അധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. കപ്പലിലോട്ടൊക്കെ ചാടിയൊക്കെയാണ് കപ്പലൊക്കെ അവർ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. ജയന്റ് വാരിയേഴ്സിന്റെ അതിലുള്ള ഇവരുടെ ക്രൂ മെമ്പേഴ്സും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ക്രൂ മെമ്പേഴ്സും വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന എല്ലാ മറൈൻസിനെയും അവർ അടിച്ചൊക്കെ നശിപ്പിക്കുകയാണ്. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള 2 ജയന്റ്സിന്റെ ക്രൂ മെമ്പേഴ്സ് ആണ് ഇപ്പൊ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. മറൈൻസിന് ഇപ്പോഴും ഒരു കാര്യം മാത്രം മനസ്സിലായിട്ടില്ല. ഒരുപാടധികം നാളുകൾക്ക് മുമ്പ് തന്നെ ഈ പൈററ്റ്സ് ഒക്കെ ആണെങ്കിൽ ഡിസപ്പിയർ ആയി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പെട്ടെന്ന് എങ്ങനെയാണ് അവന്മാർ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് അവന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് മുഴുവനായിട്ട് തന്നെ തീർന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു കിടിലൻ സപ്പോർട്ട് തന്നെയാണ് അവന്മാർക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെല്ലാം നമ്മുടെ ഉസോപ്പ് ഒരു ബൈനാക്കുലർ യൂസ് ചെയ്തുകൊണ്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവന്മാരെ കണ്ടുടനെ ഉസോപ്പിന് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. അവന് ആനന്ദ കണ്ണുനീരൊക്കെ വരികയാണ്. സിസ്റ്റർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ വന്നോ എന്ന് നമ്മുടെ ഉസോപ്പ് പറയുന്നു. നാളെ നിങ്ങളെ കണ്ടിട്ട് എൽബാഫി വരുന്ന സമയത്തും ഞങ്ങൾ വിചാരിച്ച് നിങ്ങളെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ ഉസോപ്പ് വളരെയധികം വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ടിട്ട് ഒരുപാടധികം നാളായി. സോ അതോടെ തന്നെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുകയാണ്. ലിറ്റിൽ ഗാർഡൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം വർഷമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 ജയന്റ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. യുദ്ധമല്ലോ അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നമ്മുടെ ഉസോപ്പ് ആണെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ തന്നെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അന്നേരം ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും ഇവരെ പോലെ തന്നെ ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു സീ വാരിയർ ആകുമെന്നുള്ളത്. കുറച്ച് നാളുകൾക്ക് ശേഷം ഇവരാണെങ്കിൽ റോബിനെ രക്ഷിക്കാൻ വേണ്ടി ഇമ്പൽ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ജയന്റ് വാരിയേഴ്സിനെ നമ്മുടെ ഉസോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ കൂടെ നമ്മുടെ ഉസോപ്പ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുകയാണ്. രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഇവരെല്ലാവരും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വളരെയധികം ഞെട്ടി നിൽക്കുകയാണ്. തന്നെ അവർ ഡേവിസിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെയല്ല അവർ ഉറപ്പായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എഡിസൺ പറയുകയാണ് അവരെങ്ങനെയാണ് ഇത്രയധികം വേഗത്തിൽ ഇവിടെ വന്നേ എന്ന് നമ്മുടെ ടിങ്കർ ചോദിക്കുന്ന സമയത്ത് നടന്ന അറ്റാക്ക് നോർമൽ ആയിട്ടുള്ള 2 പൈററ്റ്സ് തമ്മിലുള്ള ആക്രമണം അല്ലെങ്കിൽ ഓർഗനൈസേഷനുമായിട്ടുള്ള ഫൈറ്റും അല്ല, ഇത് ഗവൺമെന്റിന്റെ കൂടെയാണ്. മറൈൻ ഗവൺമെന്റിന്റെ ഒരു വലിയ അറ്റാക്ക് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ ന്യൂസ് വളരെയധികം വേഗത്തിൽ തന്നെ ന്യൂസ് പേപ്പറിൽ വന്നിരിക്കും. ന്യൂസ് ഉറപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ന്യൂസ് മോർഗൻ ആയിരിക്കും. ന്യൂസൊക്കെ അവനാണ് കൊടുക്കാറുള്ളത്. സോ അത് കണ്ടിട്ടാണ് ഇവരെല്ലാരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സ്ട്രോഹാറ്റിന് വളരെയധികം ഹാപ്പിയാണ്. കാരണം അവരെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അത്രയല്ലേ ഇവർക്ക് ഈ ഐലൻഡിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവർക്ക് കപ്പലിന്റെ ആവശ്യമുണ്ട്. കപ്പൽ കൊണ്ടുവന്നത് ലില്ലിത്തും ബ്രൂക്കുമാണ്. തന്നെ കപ്പലിന്റെ കാര്യം എന്തായത് നമ്മുടെ നാമി ആണെങ്കിൽ കോൺടാക്ട് ചെയ്ത് അവരോട് ചോദിക്കുകയാണ്. തന്നെ നമ്മുടെ ലില്ലിറ്റ് ആണെങ്കിൽ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് പ്രശ്നം എന്ന് നമ്മുടെ ബ്രൂക്കിനോട് ചോദിക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല നമ്മുടെ ബ്രൂക്ക് പറയുന്നു. എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്താണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. കപ്പൽ നിർത്താതെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. സോ വളരെയധികം വേഗത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഈ കപ്പൽ നിർത്തുന്നത് എങ്ങനെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ഈ കപ്പൽ ഉറപ്പായിട്ട് തന്നെ ഈ കപ്പൽ ഇടിഞ്ഞ് നശിച്ചു പോകും. ഇവിടെ ലില്ലിറ്റിനാണെങ്കിൽ വളരെയധികം പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ബ്രൂക്ക് ആണെങ്കിൽ ഒരു ചായ എടുത്തിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ചാവാൻ പോകുമ്പോൾ അവന്റെ ചായ മാങ്ങയും ഒക്കെ. എനിക്ക് ചായ കുടിക്കുന്ന സമയത്ത് എനിക്ക് ഐഡിയ ഒക്കെ മൈൻഡിലേക്ക് കിട്ടുന്നത്. അയ്യോ എനിക്ക് മൈൻഡ് ഇല്ലല്ലോ. സമയത്ത് തന്നെ അവൾക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ബ്രൂക്കിന് മുഖത്തിട്ടെണ്ണം കൊടുക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ ജിംബയാണെങ്കിൽ സോറനെ തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും പെട്ടെന്ന് തന്നെ ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുന്നു അത്ര നല്ലതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം വേഗത്തിൽ സോറനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ സോറയും ലൂച്ചി തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ആണ്. രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് ഇവിടെ വെച്ച് തീരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൂച്ചി ആണെങ്കിൽ സോറനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തന്നെ ഇവൻ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നേരം ഇവനെ പിടിച്ചു നിർത്തുന്നു അത്ര നേരം സ്ട്രോഹാറ്റ്സ് ഇവിടെ കാണാം. ഇവന്മാർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി വളരെയധികം പാടാണ്. അങ്ങനെ നമ്മുടെ സോറോ ആണെങ്കിൽ ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൂച്ചിക്ക് നല്ലതുപോലെ തന്നെ അറിയാം ഒരു ക്രൂ മെമ്പറിനെ വിട്ടിട്ട് സ്ട്രോഹാറ്റ് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂച്ചി ആണെങ്കിൽ നമ്മുടെ സോറോനെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സോറോയും അവനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇതിന് നമ്മുടെ ജയന്റ്സ് ആണെങ്കിൽ മറൈൻസിന്റെ മിക്ക കപ്പൽസ് മുഴുവനായിട്ട് തന്നെ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ജയന്റ്സ് നോർമൽ കപ്പൽസ് ആണ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇപ്പൊ വാർഷിപ്പ് ഇറക്കാൻ വേണ്ടി റെക്കിംഗ് പറയുകയാണ്. വാർഷിപ്പ് എല്ലാം അവർ മുന്നിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടാർഗറ്റ് പസിഫിക് സ്റ്റാറാണ്. കാരണം അവരാണെങ്കിൽ ലോങ് റേഞ്ചിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് ഇവന്മാർക്ക് ഒരു വലിയ തലവേദന തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പസിഫിക് സ്റ്റാർ എന്ന് പറഞ്ഞ സാധനം മറൈൻസിന്റെ തന്നെ സാധനമാണ്. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരുടെ സാധനം തന്നെ അവർ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അവിടെ വെച്ച് സീൻ കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് സബയോത്തി ഐലൻഡ് അതിലെ ഒരു സ്ഥലമാണ്. ബ്ലാക്ക് പിയർ പൈററ്റ്സിന്റെ അതിലെ 2 മെമ്പേഴ്സ് വന്നിരിക്കുകയാണ്. അതിലെ ഇവളുടെ പേര് കാത്രീന എന്നാണ്. ഫൈറ്റ് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആക്കണമെന്ന് നമ്മുടെ കാത്രീന പറയുകയാണ്. അവന്റെ പേര്
തന്നെ വെനാക്കർ എന്നാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും ആ ഫോറസ്റ്റിൽ നിന്ന് ആ ഫൈറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് കാണിക്കുന്നത് നമ്മുടെ ബോണിനെയാണ്. അച്ഛൻ പറഞ്ഞ സൺ കോഡ് നിക്കനെ തന്റെ മുമ്പിൽ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൂഫിനെയാണ് അവൾ ഇത്ര നാളെ തപ്പി നടന്നത്. പക്ഷെ നമ്മുടെ ലൂഫിയാണ് സൺ കോഡ് നിക്കെന്ന് അവൾക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാലം നിനക്ക് വേണ്ടിയാണ് തേടി നടന്നതെന്ന് അവൾ പറയുന്ന സമയത്ത് നമ്മുടെ ലൂഫി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് നമ്മുടെ ലൂഫി പറയുന്ന സമയത്ത് നീയാണ് സൺ കോഡ് നിക്ക എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെയോ? അല്ല, ഈ നിക്ക എന്തുവാ എന്ന് നമ്മുടെ ലൂഫി ചോദിക്കുകയാണ്. ഈ സാറ്റന്റെ മേലെ ഒരു റബ്ബർ പോലത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫെയിൽ ആയി പോയി. എന്നെയും കൊണ്ട് പറ്റത്തില്ല, പക്ഷെ നിന്നെയും കൊണ്ട് പറ്റും. നിന്റെ അറ്റാക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈ സാത്തനെ ആക്രമിക്കുന്ന ഈ വെഗാപങ്കിന് വേണ്ടിയാണ് ചെയ്യേണ്ടത്. വെഗാപങ്കോ? അയാൾക്ക് എന്ത് പറ്റി? നമ്മുടെ ലൂഫി വെഗാപങ്കിനെ കാണുന്നത്. അയ്യോ, എനിക്ക് എന്ത് പറ്റി? താൻ എന്തിനാണോ നെഞ്ച തോട്ടൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സാറ്റ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ കിടന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ചാവാൻ പോവുകയാണ്. ഒരു സാധ്യതയില്ല എന്നുവേണ്ടി നമ്മുടെ ലൂഫി കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ലൂഫി ആണെങ്കിൽ ഗമ്മ ഗമ്മ എന്നുവേണ്ടി കൈ ഇങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ സാത്തന്റെ നേരെ ഒരു അറ്റാക്കിന് വേണ്ടി പോവുകയാണ്. ലൂഫി തന്നെ നമ്മുടെ ഹാക്കി പവർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സാത്ത ലൂഫിനെ ആക്രമിക്കുകയാണ്. അയ്യോ എന്നുവേണ്ടി നമ്മുടെ ലൂഫി താരോട്ട് പോകുന്നുണ്ടെങ്കിലും എഴുന്നിട്ട് എന്തോ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്റെ ഫ്രണ്ട്സിന് മേലെ ആക്രമിച്ചിട്ട് നമ്മുടെ ലൂഫി ആണെങ്കിൽ ഗമ്മ ഗമ്മ എന്നുവേണ്ടി കൈ രണ്ടും ചുറ്റിയിട്ട് വലിയ കൈ ആക്കി ഹാക്കി യൂസ് ചെയ്തിട്ട് നമ്മുടെ ലൂഫിയുടെ കാറ്ററിംഗ് അറ്റാക്ക് ചെയ്യുകയാണ്. അയാളുടെ തലക്കിട്ടണം കൊടുക്കുകയാണ്. കാണുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഒരുപാട് സന്തോഷം വരികയാണ്. എന്റെ അച്ഛൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ബോഡി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സൺകോഡ് നിക്ക വരും, അവൻ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിന് തന്നെ മുഴുവനായിട്ട് തന്നെ മാറ്റിമറിക്കും. തന്റെ മുന്നിൽ നിൽക്കുന്ന ലൂഫിനെ കാണുന്ന സമയത്ത് അവൾക്ക് ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാവുകയാണ്. ഇവൻ ഈ ലോകത്തിനെ മുഴുവനായിട്ട് തന്നെ മാറ്റുമെന്ന് തന്നെ നമ്മുടെ ലൂഫി ആണെങ്കിൽ ആ സാത്തനെ അടിച്ച് കേൾപ്പിക്കുകയാണ്. ആഘാതം കാരണം നമ്മുടെ സാത്തൻ താഴെ പോയി വീഴുകയാണ്. പറ്റിയ ചാൻസ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആകെയുള്ള ഒരു ചാൻസ് എന്ന് വേണ്ടി നമ്മുടെ ഫ്രാങ്കി അവിടേക്ക് വരികയാണ്. നമ്മുടെ വെഗാപങ്കിനെ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ വെഗാപങ്ക് വേണ്ട എന്ന് പറയുന്നു. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോ, എനിക്ക് മെഡിസിൻസിനെ കുറിച്ച് നല്ലതുപോലെ തന്നെ അറിയാം. ബോഡിയുടെ കണ്ടീഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ മൂവ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ടും തന്നെ മരിക്കും. എന്നിട്ട് നമ്മുടെ സെങ്കോക്ക് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് നമ്മുടെ ബോണിയും വെഗാപങ്ക് നിൽക്കുന്ന സ്ഥലത്തിലേക്ക് ഒരു അറ്റാക്ക് തന്നെ വിടുകയാണ്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുന്ന സമയത്തായിരുന്നു ഒരാൾ വന്നിട്ട് ആ ലേസർ ആണെങ്കിൽ കാലം കൊണ്ട് തട്ടി വിടുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ സാൻജി ആയിരുന്നു. എന്താണ് ലേസറോ ലവിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ലടാ. ഇത് കാണുന്ന സമയത്ത് നമ്മുടെ കിസറുവിന് പോലും വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ സാൻജി ആണെങ്കിൽ ഒരു ടെറർ ആയിട്ട് തന്നെ ഒരു ലുക്ക് നമ്മുടെ കിസറുവിനെ നോക്കുകയാണ്. ഒന്നും പറ്റാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം നമ്മുടെ സാൻജി പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ലൂഫി ആണെങ്കിൽ അവിടെ മൗണ്ട് ചെയ്ത് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാത്തനാണെങ്കിൽ നേരത്തെ തെറിച്ചു വരുന്ന സ്ഥലത്ത് വീണിട്ടില്ലായിരുന്നു. ബ്ലാക്ക് ബിയർ പൈററ്റ്സ് വരികയാണ്. അതിൽ ഫേമസ് ആയിട്ടൊരു എൽഡറിനെ ഇങ്ങനെ അടിച്ച് തറയിട്ടിരിക്കുന്നു. വളരെയധികം മോശമായത്. സാധാരണ 5 എൽഡേഴ്സ് ലോവർ വേൾഡിലേക്ക് വരാറില്ല. നമ്മുടെ കത്രിയാണെങ്കിൽ 5 എൽഡറിന്റെ ആ കാലിലേക്ക് തൊടുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ മിഷൻ കംപ്ലീറ്റ് ആയി. എന്താണ് ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് മിഷന്റെ കാര്യമാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത്? നിങ്ങൾക്ക് ദുനിയ വേണമെന്ന് പറയുന്നു, എന്ന് വെച്ചാൽ വേൾഡ് വേണമെന്ന്. ഇതിന് നമ്മുടെ സാധനമാണെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, പക്ഷെ വരുന്ന എപ്പിസോഡ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. എസ്കേപ്പ് ആയി വന്നിരിക്കുന്നത് കാട്ടിലേക്കാണ്. സോ അവർ കാഷ്വൽ ആയിട്ട് തന്നെ ഇങ്ങനെ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ ഒരാൾ വന്നിട്ട് അവരോട് നിൽക്കാൻ വേണ്ടി പറയുകയാണ്. സോ അറ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും നോക്കുന്ന സമയത്തായിരുന്നു ക്രൈബ് ആയിരുന്നു. സോ ഇവൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബിയറിന്റെ ഒരു വലിയ ഫാനാണ്. ഇവർ രണ്ടുപേരെ കാണുന്ന സമയത്ത് അവൻ ആനന്ദ കണ്ണുനീർ വരികയാണ്. ഇവനാണെങ്കിൽ ബ്ലാക്ക് ബിയർ പൈലറ്റിനോട് ജോയിൻ ചെയ്യണം വളരെയധികം ആശ വരുന്നു. നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞേക്ക് എന്നെയും നിങ്ങളുടെ ക്രൂവിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാമോ? അടിയിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരുപാടധികം ആഗ്രഹമുണ്ട്, മാത്രമാണ് എന്റെ ഡ്രീം എന്നവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എനിക്ക് നിങ്ങളുടെ ക്യാപ്റ്റനെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? ഈ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എല്ലാ ദിവസവും 8:30 to 10 PM. സോ ഈ ടൈമിലാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ഈ സമയത്തേന് വീഡിയോ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ ദിവസം വീഡിയോ വരുന്നതല്ലായിരിക്കും. സോ അത് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. സോ ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.